بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വാക്കുകളും പ്രവൃത്തികളും എങ്ങനെയുള്ളതായിരിക്കണം, ആരോട് എന്തു പറയണം, ആരോട് പറയാൻ പാടില്ല, എന്തേ പറയാവൂ, എന്തേ പറയാൻ പാടില്ലാത്തത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദൈനംദിന കാര്യങ്ങൾ, അവൻ്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ഹറക്കാത്ത്, സക്കനാത്തുകൾ, അനക്കങ്ങൾ, അടക്കങ്ങൾ ഏത് രീതിയിലായിരിക്കണമെന്ന് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല. രഹസ്യങ്ങൾ ഇപ്പം 3 പേരുണ്ട്, അല്ലെങ്കിൽ 2 പേരുണ്ട്. 3 പേരിൽ 2 പേരെ സുഹൃത്തുക്കളാണ്. അതിൽ ഒരാളെ മാത്രം വിളിച്ച് കൊണ്ടുപോയി രഹസ്യമായി സംസാരിക്കാൻ പാടില്ല, അത് മറ്റേ ആൾക്ക് പ്രയാസമുണ്ടാക്കും. അതുപോലെ തന്നെ എല്ലാവരോടും നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല. രഹസ്യങ്ങൾ അത് കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. പഴയ കാലങ്ങളിൽ പറയുമായിരുന്നല്ലോ, സ്ത്രീകളോടും കുട്ടികളോടും രഹസ്യം പറയരുത്. അതിൽ കഴമ്പില്ലാതെയില്ല. കാരണം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അധിക പേർക്കും സാധിക്കുകയുമില്ല. ന്യൂ ജനറേഷൻ ഇന്നെല്ലാം സുഹൃത്തുക്കളോട് പരസ്യപ്പെടുത്തുന്ന കാലഘട്ടമാണ്. വൈവാഹിക ജീവിതത്തിലെ രഹസ്യമായ കാര്യങ്ങളാണെങ്കിൽ പോലും അത് തൻ്റെ സുഹൃത്തുക്കളോട്, കൂട്ടുകാരികളോട് പരസ്യപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പരിശുദ്ധമായ ഖുർആനും ഹദീസ്, മഹാനി പ്രവാചകന്റെ വചനങ്ങളെല്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. വളരെ പാപകരമായ, കുറ്റകരമായ കാര്യങ്ങളാണ്. മഹാനായ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അശർരിൻ നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. ഇന്ന മിൻ അശർരിൻ നാസി, ജനങ്ങളിൽ ഏറ്റവും ദുർമാർഗികളിൽപ്പെട്ടവരാണ്, ഏറ്റവും ഷർറായവരിൽപ്പെട്ടവരാണ്. ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഷർറായവരിൽ, ദുർമാർഗികളിൽപ്പെട്ടവരാണ്. മൻസിലത്തൻ യൗമൽ ഖിയാമ, അവർ സ്ഥാനത്താൽ, അള്ളാഹിന്റെ അടുക്കലുള്ള ഏറ്റവും സ്ഥാനം, ഏറ്റവും ദുർമാർഗികളായ അവരുടെ അവസ്ഥ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അർറജുലു യുഫ്ളി ഇലംറഅതിഹി വതുഫ്ളി ഇലൈഹി, ഒരു പുരുഷൻ തൻ്റെ സഹധർമ്മിണിയോട് സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, അവളുമായിട്ടുള്ള രഹസ്യ സംഭാഷണങ്ങളും രഹസ്യ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഒരു സ്ത്രീ തൻ്റെ പുരുഷനുമായി ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അവിടെ രഹസ്യ സംസാരങ്ങളും രഹസ്യ പ്രവർത്തനങ്ങളുമൊക്കെ, സുമ്മ യൻഷുറു അഹദുഹുമ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടിൽ ഒരാൾ, പുരുഷൻ അല്ലെങ്കിൽ അവന്റെ ഭാര്യ, രണ്ടിൽ ഒരാൾ സിർറ സാഹിബിഹി, തൻ്റെ സാഹിബിന്റെ രഹസ്യത്തെ പരസ്യപ്പെടുത്തുക. അരമന രഹസ്യം, അങ്ങാടി പരസ്യം എന്ന് പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ നടന്ന സംഭാഷണങ്ങൾ, സംസാരങ്ങൾ, രഹസ്യമായ പ്രവർത്തനങ്ങൾ, അത് തൻ്റെ കൂട്ടുകാരി അഥവാ തൻ്റെ ഭാര്യയുമായിട്ടുള്ള ആ രഹസ്യം മറ്റുള്ളവരോട് പരസ്യപ്പെടുത്തുക, തൻ്റെ ഭർത്താവുമായിട്ടുള്ള രഹസ്യം മറ്റുള്ളവരോട് പരസ്യപ്പെടുത്തുക. ഇവരാണ് ഖിയാമത്ത് നാളിൽ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഷർറായ സ്ഥാനത്തിലുള്ളവർ, ഏറ്റവും മോശപ്പെട്ടവർ. ഇന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് ഇമാം നിവേദനം ചെയ്യുകയാണ്. ഇമാം മുസ്ലിം, അബൂ ദാവൂദ് തുടങ്ങിയവരെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ രഹസ്യം അത് പരസ്യപ്പെടുത്താൻ പാടില്ല. അതിനാണല്ലോ രഹസ്യം എന്ന് പറയുന്നത്. ഈ നമീമത്ത്, ഏഷണി, അതുപോലെ തന്നെ പരദൂഷണം, ആ ഏഷണി എന്ന് പറഞ്ഞെന്താ, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞതിനെ മറ്റൊരാളുടെ ചെന്ന് പറയുക.
അതാണ് നമീമത്ത്, ഏഷണി. അതിന് രഹസ്യമായിട്ടാണ് പറഞ്ഞത്, ആരോടും പറയരുത്. പക്ഷെ ഉടനെ തന്നെ ചെന്ന് അങ്ങോട്ട് കത്തിച്ചു കൊടുക്കുക. അപ്പൊ രഹസ്യം, ആ നമീമത്ത്, നമ്മാം, ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കൂല എന്നല്ലേ നബിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ രഹസ്യമായി വെക്കണം, അത് പരസ്യപ്പെടുത്താൻ പാടില്ല. മഹദി അസ്മാ ബിന്ത് യസീദ് റളിയല്ലാഹു തആല അൻഹ, അസ്മാ റളിയല്ലാഹു തആല യസീദ് റളിയല്ലാഹുവിന്റെ മകൾ, യസീദ് എന്നവരുടെ മകൾ അസ്മാ റളിയല്ലാഹു തആല അൻഹ കാനത്ത് ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി തങ്ങളുടെ അടുക്കലായിരുന്നു. ആര്? അസ്മാ റളിയല്ലാഹു തആല അൻഹ, അസ്മാ ബിന്ത് യസീദ് റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. വരിജാലു വന്നിസാഉ ഖുഊദുൻ ഇൻദഹു, കുറേ പുരുഷന്മാരും കുറേ സ്ത്രീകളും നബി തങ്ങളുടെ അടുക്കലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ അടുക്കൽ സഹാബത്തുകൾ, സഹാബിയത്തുകളായ വനിതകളൊക്കെ വരും. മതപരമായ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ, അത് പഠിക്കാൻ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചെന്ന് വരാം. അല്ലെങ്കിൽ ഇവർ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് നബിതങ്ങൾ പോയി പറഞ്ഞു കൊടുത്തെന്ന് വരാം. ഇങ്ങനെ അസ്മാ ബിന്ത് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവർ നബിതങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. കുറെ പുരുഷന്മാരും സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തുണ്ട്. ഫഖാല, അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ലഅല്ല റജുലൻ യഖൂലു മാ ഫഅല ബി അഹ്ലിഹി, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യമായിട്ടുള്ള ആ ഭാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ സംബന്ധിച്ച് മറ്റുള്ളവരോട് പറഞ്ഞെന്നു വരാം. അതുപോലൊരു പെണ്ണ് അവരുടെ ഭർത്താവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, ആ ദാമ്പത്യ ബന്ധങ്ങളെക്കുറിച്ച് മറ്റുള്ള സ്ത്രീകളോട് അവളും പറഞ്ഞെന്ന് വരാം. ഇത് കേട്ടപ്പോൾ ഫഅറമ്മൽ ഖൗമു, ജനങ്ങൾ നിശബ്ദരായി. അറമ്മൽ ഖൗമു, ജനത കൂടി അവിടെ ഉണ്ടായിരുന്നവർ, അവിടെ കൂടിയിരുന്നവർ നിശബ്ദരായി. സക്കത്തു മിൻ ഖൗഫിൻ വനഹ്ബി, ഭയം പോലുള്ള കാരണത്താൽ അവർ നിശബ്ദരായിരുന്നു, ഒന്നും മിണ്ടിയില്ല. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഫഖുൽതു, മഹദി അസ്മാ ബിന്ത് യസീദ് റളിയല്ലാഹു തആല പറയാണ്, ഞാൻ ചോദിച്ചു, ഈ വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു തന്നെ സത്യം, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹും ലയഫ്അലൂന വഇന്നഹുന്ന ലയഫ്അൽന, തീർച്ചയായും പുരുഷന്മാര്, ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യുമോ? തീർച്ചയായും സ്ത്രീകൾ, ഭാര്യമാർ അങ്ങനെ ചെയ്യുമോ, അങ്ങനെ പ്രവർത്തിക്കുമോ അല്ലാഹുവിന്റെ പ്രവാചകരെ? മഹദി അസ്മാ റളിയല്ലാഹു തആല ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അവർ ചെയ്യുമെന്നോ ചെയ്യുകയില്ല എന്നോ നബി തങ്ങൾ പറഞ്ഞില്ല. അങ്ങനെ പുരുഷന്മാർ പറയുന്നവരുണ്ടാകും, സ്ത്രീകൾ പറയുന്നവരുണ്ടാകുമെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകുമോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഫൈന്നമാ മസലു ദാലിക, അങ്ങനെ ചെയ്യുന്നവരുടെ ഉപമ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നവർ മസലു ശൈത്താനിൻ, ഷെയ്ത്താനിനെ പോലെയാണ്. ഷെയ്ത്താൻ, ഇബ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ പിശാജ്, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പിശാജ് അല്ലേ? അപ്പൊ പിശാജിനെ പോലെ, ഷെയ്ത്താനിനെ പോലെയാണ്. ലഖിയ, എങ്ങനെയുള്ള ഷെയ്ത്താൻ? ലഖിയ ഷെയ്ത്താനത്തൻ, ഒരു ഷെയ്ത്താനത്തിനെ അവൻ കണ്ടുമുട്ടി. പിശാജ് ഷെയ്ത്താനത്തിനെ കണ്ടുമുട്ടി, പിശാജിലെ ഷെയ്ത്താനിലെ പെണ്ണിനെ കണ്ടുമുട്ടി. വേറെ റിപ്പോർട്ടിൽ അല ഖാരിഅത്തി ത്വരീഖി എന്നുണ്ട്. വഴിയുടെ സമീപത്ത്, വഴി അരികിൽ വെച്ച് ഒരു ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനത്തിനെ, ഷെയ്ത്താന്മാരിൽപ്പെട്ട ഒരാണ് ഒരു പെണ്ണിനെ, ഷെയ്ത്താനിൽപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടുമുട്ടി. ഫഗശിയഹ, അവളുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഖാരിഅത്തു ത്വരീഖിൽ വെച്ചാണ്, വഴി അരികിൽ വെച്ചാണ്. വന്നാസു യൻദുറൂന, ജനങ്ങളെല്ലാം നോക്കി നിൽക്കുകയാണ്. ആ നോക്കി നിൽക്കെ ഈ ഷെയ്ത്താനത്തിനുമായിട്ടുള്ള ആ ലൈംഗികബന്ധം നടക്കുകയാണ്. അത് മനുഷ്യരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഷെയ്ത്താനത്തിനെ പോലെയാണ് ഇങ്ങനെ ചെയ്യുന്നവർ. ഇതാണ് ഭാര്യാഭർത്തൃ ദാമ്പത്യ ബന്ധം മറ്റുള്ളവരോട് പരസ്യപ്പെടുത്തുന്നവർ. ഈ ഷെയ്ത്താനത്തിനെ പോലെയാണ്, മറ്റുള്ളവർ നോക്കി നിൽക്കെ പ്രവർത്തിക്കുന്ന ഷെയ്ത്താനത്തിനെയും പോലെയാണ്. അപ്പോൾ ന്യൂ ജനറേഷനാണ്, അവർക്ക് ദീൻ പ്രശ്നമല്ല അല്ലേ? ഹറാമായ രീതിയിലുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ട, അതിനു മുമ്പ് തന്നെ
ഭാര്യാഭർത്താക്കന്മാരെ പോലെയുള്ള പ്രവർത്തനങ്ങളും ജീവിത രീതികളുമാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് മറച്ചു വെക്കണം, എന്ത് മറച്ചു വെക്കാൻ പാടില്ല ഇത്യാദി ചിന്തകളില്ല. ഇതെല്ലാം ന്യൂ ജനറേഷൻ പറയുന്നവർക്കെല്ലാം 100 നാക്കുകളാണ്. അതെല്ലാം ഇന്നത്തെ കാലഘട്ടം. ഇത് ഒന്നും പ്രശ്നമല്ല. ദീൻ പ്രശ്നമില്ലാത്തവർക്ക് പിന്നെ എന്ത് പ്രശ്നം? അവർക്ക് ദുന്യാവേ ഉണ്ടാവുള്ളൂ, അവർക്ക് ആഖിറം ഉണ്ടാവൂല. അപ്പോൾ ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നവർ, പരസ്യപ്പെടുത്തുന്നവർ, പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവർ, അവർ മസലു ശൈത്താനിൻ, ശൈത്താനിനെ പോലെയാണ്. ശൈത്താനായ ആണും ശൈത്താനായ പെണ്ണും എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഇത്യാദി വർഗം എന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കണ്ടോ? രഹസ്യം ആരോട് പറയാം, ആരോട് പറയാൻ പാടില്ല. രഹസ്യവും പരസ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റൊരു ഹദീസിൽ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അസ്സിബാഉ ഹറാമുൻ, സിബാഉ ഹറാമാണ്. കണ്ടോ? സിബാഉ ഹറാമാണ്. സിബാഇന് വന്യമൃഗം, മൃഗങ്ങൾ എന്നൊക്കെ പറയും. ഇവിടെ സിബാഉ ഹറാമാണ് നബി നിങ്ങൾ പറഞ്ഞു. ഖാലിബിന് ലഹിയഅത, ഇബ്നു ലഹിയഅത റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഅനി ബിഹി, അതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലദീ യഫ്തഖുറു ബിൽ ജിമാഇ, ആ ദാമ്പത്തിക ബന്ധത്തെ കൊണ്ട് അഭിമാനം കൊള്ളുന്നവർ. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുകയാണ് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട്. അതാണ് സിബാഅ്. അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞു എന്ന് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്യാദി കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. രഹസ്യം ആരോട് പറയാം, ആരോട് പറയാൻ പാടില്ല. രഹസ്യവും പരസ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. പരസ്യമാക്കേണ്ടതേ പരസ്യമാക്കാൻ പാടുള്ളൂ, രഹസ്യമാക്കേണ്ടത് രഹസ്യമാക്കണം. അപ്പോൾ ദീനിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാനാണ് കഴിവിൻ്റെ പരമാവധി ചെയ്യേണ്ടത്. അത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇത്യാദി മഹാനായ വിശ്വാസങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, രഹസ്യം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം സൂക്ഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ തമ്പുരാൻ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആധുനികതയുടെ ആ അഹങ്കാരത്തിൽ മതിമറന്നുകൊണ്ട്, ദീനിനെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.